You okay? ടെൻഷൻ ആവണ്ട, ഒബ്സർവേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. പേടിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. എന്താ മനസ്സിന് വല്ലാത്ത പേടി തോന്നുന്നു. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. വീട്ടിൽ വെച്ച് ഒരു തവണ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. സെയിം സിംറ്റംസ്. അനൂപ്, ഷൗക്കത്ത്, വാട്ട് എ സർപ്രൈസ്. നീ ഇവിടെ? ഞാൻ ഈ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാ. നിന്നെ പോലെ തന്നെ ലോകം ചുറ്റിക്കറങ്ങി ദാ ഇവിടെ വരെ എത്തി. വാപ്പയുടെ ഫ്രണ്ടിന്റെ ഹോസ്പിറ്റലേത്. രമ്യന്റെ ഞങ്ങളിപ്പോ നാട്ടുകാർ തന്നെയാ. ആ, നിന്റെ എൻട്രി ദിലീപ് വിളിച്ചു പറഞ്ഞിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് എ വേവ്സ് ഗോയിങ് ഓൺ ക്ലോക്ക് വൈസ്. ഭൂമി ഉരുണ്ടാണെങ്കിൽ കണ്ടുമുട്ടിയിരിക്കും. ഡോക്ടർ, ദിലീപേട്ടന് പേടിക്കാനായിട്ടൊന്നുമില്ല. എന്നാലും ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് കൂടി. നാളെ റൂമിലേക്ക് മാറ്റാം. ആ അനൂപ്, നമുക്ക് എന്റെ ക്യാബിനിലേക്ക് ഇരിക്കാം. ഓക്കെ. പ്ലേ ഗ്രൗണ്ടിലാകുമ്പോ ഇതൊക്കെ പതിവാ. ബിപിയിൽ ഉണ്ടായിരുന്നൊരു വേരിയേഷൻ. ടെൻഷൻ മൂത്ത് ഞാനൊന്ന് തലയിറങ്ങി വീണേന് ഇത്ര ഡീറ്റെയിൽഡ് ചെക്കപ്പ് വേണോ സാറേ? വേണം. ഐ എം സ്റ്റാൻഡിങ് വിത്ത് സൈഡ് ഓഫ് ന്യൂറോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ചെറിയൊരു തളർച്ച. ഫോളോ അപ്പ് ചേഞ്ച് ചെയ്യാട്ടോ. ശരി ഡോക്ടർ. ഏതായാലും ഒരു കാര്യത്തിൽ ഞാനിപ്പോ ഹാപ്പിയാ. ഒബ്സർവേഷൻ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു പഴയ ക്യാമ്പസ് കയറി വരുന്നൊരു ഫീലിംഗ്. ഒരു കുപ്പിയുണ്ട്, പൊട്ടിച്ചാലോ? നീ അധികം ഫീലബിൾ ആവണ്ട, തൽക്കാലം റെസ്റ്റ് എടുക്കും. ഓക്കെ. അനൂപ്, നീ ഒന്ന് വന്നേ. ആ, എനിക്ക് നിന്നോട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ഷാൽ വി ഗോ ഇൻസൈഡ്? നീ എന്ത് പറയാണ്ടെന്ന് പറഞ്ഞേ? ഒരുപാടുണ്ട്. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറയാം. ദിലീപ് അവൻ നമ്മളെല്ലാരും വിട്ടു പോവുക. യെസ്, ഹീസ് എ ഡൈയിങ് പേഷ്യന്റ്. ദിലീപിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് അനൂപിന് മാത്രമേ രമ്യയോട് പറയാൻ പറ്റൂ. നീ പറയണം.
വെനം സ്ട്രോങ് രവിയേട്ട. യാ റിക്കവർ ചെയ്ത ഭാഗ്യം. കടിച്ച പാമ്പിനെ ഞാൻ കണ്ടു. ഇതിപ്പോ എത്രാമത്തെ തവണയാ സെയിം സ്പോട്ടിൽ? നാട്ടുകാർക്ക് ഇത് മതി വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ. ആ രമ്യ, ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. Okay. ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. ഞാനിപ്പോ വരാം. എവിടേക്കാ? അതൊക്കെ വന്നിട്ട് പറയാന്നേ. ഇവിടെ നിറച്ച് പാമ്പാണല്ലേ, എപ്പം ശരിയാക്കി തരാം. രമേശേ, ദാ പിഷാരടിയുടെ. വരുന്നുണ്ട്. അതൊന്ന് കാര്യാക്കണ്ട, വെട്ടി തെളിക്കേ. എന്താ കുട്ടി കാട്ടുന്നത്? വെച്ചാരാധന ഉണ്ടായിരുന്ന ഇടായത്. പിഷാരടേട്ടൻ പേടിക്കണ്ട, ഇതിവിടെ എന്ന നാട്ടുകാർക്ക് സൂര്യക്കേട്. വിളിച്ചാരും വരില്ലെന്നറിയാവുന്നോണ്ടാ ഞാൻ ഇവരും കൂട്ടി ഇറങ്ങിയ. ആ വാസോട്ടുണ്ട് കാര്യം സീരിയസ് ആ. എന്നുവെച്ച് ഇങ്ങനെ എടുത്തു ചാടണോ? കുഞ്ഞൻ ഇതിലൊന്നും വിശ്വാസം ഇല്ലാന്നറിയാം. എന്നാലും വല്ല പരിഹാരക്രിയയും ചെയ്ത് മണ്ണാർശാലയിലേക്കോ മറ്റോ മാറ്റിട്ട് ചെയ്താ പോരെ? തലമുറകളായിട്ട് പ്രശ്നമുള്ള ഇടാണിത്. ദൈവാരാധനയുടെ പേരില് 8 കാലിക്ക് വരെ ക്ഷേത്രമുള്ള നാടായത്. ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഉടച്ചു കളഞ്ഞില്ലെങ്കിൽ നശിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെയൊക്കെ സാമാന്യ ബുദ്ധിയാ, പ്രത്യേകിച്ച് ഒരു യുക്തിവാദിയായ എനിക്ക്. എന്റെ കുട്ടി, ഈ സ്ഥലം കുഞ്ഞിന്റെ തന്നെയാണെന്ന് അറിഞ്ഞോണ്ട് പറയാ. ശ്രീമംഗലത്തെ കാര്യസ്ഥൻ എന്ന സ്ഥാനം വിട്ട് ഒരേട്ടന്റെ അനുഭവം ഞാനാണെന്ന് കൂട്ടിക്കൊള്ളു. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നവരായി നാഗത്താന്മാര്. അവരോട് കളിച്ചാൽ ഇതിൽ പേടിക്കാൻ ഒന്നുമില്ല പിഷാരടേട്ടാ. ആത്യന്തികമായി നന്മ മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ സ്ഥലത്തിന്റെ പേരുള്ള കേസും കുട്ടിച്ചരൊക്കെ കഴിഞ്ഞു. കുറച്ചു നാളായി വിചാരിക്കണതാ ഇവിടെ അങ്ങ് വെളുപ്പിച്ചിട്ട് നമ്മുടെ ആശുപത്രിയുടെ അനക്സ് പണിയിക്കണമെന്ന്. അതാ നല്ലത്. അനക്സ് പണിയാനുള്ള നിന്റെ തീരുമാനമൊക്കെ നല്ലത് തന്നെ. പക്ഷെ അത് അവിടെ തന്നെ വേണമെന്നുള്ള കാര്യം ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരുടെയും പക്ഷം ചേർന്ന് പറയുന്നതായിട്ട് നീ ധരിക്കേണ്ട. നമ്മളായിട്ട് ആരുടെയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന്റെ പേര് അഹമ്മദീന്ന് തന്നെയാ. പണ്ട് മുടങ്ങാതെ തിരിവെച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണോ എന്റെ ഈശ്വര. അതെങ്ങനെയാ? വിശ്വാസത്തിന്റെ പേരിൽ അച്ഛനും മോനും കണക്കാ. ആ വിശ്വാസമല്ല, തെളിവാ പ്രധാനം. അതാ ജസ്റ്റിസ് രാഘവ കൈമൾ. യെസ് യുവർ ഓണർ, അതാണ് ഞങ്ങളുടെ പൂപ്പൻ. യെസ് റോബോ. കണ്ടോടി, എന്റെ പേരക്കുട്ടികൾക്ക് വരെ എന്നെ നന്നായിട്ട് അറിയാം. തമാശ പറയേണ്ട നേരല്ല ഇത്. കെട്ടിടം അവിടെ പണിയുന്നതിൽ ആർക്കും വിരോധമില്ല. പൂജകൾ യഥാവിധി നടത്തണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഇതിലൊക്കെ കുറെ സത്യങ്ങളുണ്ട്. എത്രയൊക്കെ ആയാലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കത്തി വെക്കുമ്പോ നമ്മൾ അറിയാതെ ഈശ്വരനെ വിളിച്ചു പോകും. ലക്കിനെ കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴാ പലരും ഈശ്വരനെ കണ്ടെത്തുന്നത്. ഞാൻ ഏതായാലും പിഷാരടിയേട്ടന്റെ കൂടെ തന്നെയാ. അനക്സ് പണിയാനാണെങ്കിൽ എന്റെ ഫ്രണ്ട് ശിവാസിന്റെ സ്ഥലം ആ ഹോസ്പിറ്റലിൽ അടുത്ത് കിടപ്പുണ്ട്. വെറുതെ അറിഞ്ഞുകൊണ്ട് വേലിയിരിക്കുന്ന പാമ്പിനടുത്ത് തോളത്തിടണോ? അളിയൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് അങ്ങനെ വല്ല ഓപ്ഷനും നോക്കുന്നതാ നല്ലത്. പഠിക്കുന്ന കാലത്ത് ഉറക്കം അളച്ചിരുന്ന E.T. കോവൂറിന്റെ പുസ്തകം വായിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇതിപ്പോ പലതവണയായി. എന്തോ ഭാഗ്യം കൊണ്ടാ വാസോട്ടൻ രക്ഷപ്പെട്ടത്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളാണല്ലോ വലുത്. ഒരു ജീവൻ പിടിച്ചു നിർത്തുന്നതിനെ കുറിച്ച് ആരും ഇവിടെ ചിന്തിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ദിലീപേട്ടൻ സംസാരിച്ചു തുടങ്ങിയ ഒരുമാതിരി ഹാർട്ട് സർജറി ചെയ്യുന്ന പോലെയാ വാക്കുകള്. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. ഇതിപ്പോ എത്രാമത്തെ തവണയാ? അമ്മാവൻ ആ കേസിൽ കിടന്നപ്പോ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും. അടിസ്ഥാനപരമായൊരു വിപ്ലവത്തിന് തുടക്കമിട്ടെന്ന് കരുതിയാൽ മതി. ആ കാവ് നശിക്കണം. പറയാൻ ഈസിയാ. അവിശ്വാസം പോലെ തന്നെ പ്രധാനം അവിശ്വാസവും. ദിലീപേട്ടൻ മറ്റുള്ളവരുടെ മാനസികാവസ്ഥയോടെ മനസ്സിലാക്കണം. പിഷാരടിയേട്ടൻ ശരിക്കും ഷോക്ക്ഡാ. ലുക്ക് രമ്യ, നമ്മുടെ ആശുപത്രിയിലെ സൗകര്യം നിനക്കറിയാവുന്നതല്ലേ? അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. മുത്തശ്ശന്റെ വലിയ ആഗ്രഹമായിരുന്നു അത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി നാട്ടും പുറത്തൊരു ആശുപത്രി. ഇടയ്ക്കുള്ളൊരു കണ്ണി മുറിഞ്ഞാലും ആ പാരമ്പര്യം നിലനിർത്തേണ്ടത് എന്റെ ഒരു ആവശ്യമാണിപ്പോ. ഇറ്റ്സ് മൈ ഡിസിഷൻ. എന്ന് കരുതി കാവൊക്കെ വെട്ടിത്തെളിക്കാന്ന് പറഞ്ഞ ഞാൻ എന്തായാലും അതിനെതിരെ തന്നെയാ. നമുക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് കൂടി ദോഷമാ ഇതെല്ലാം. ഇക്കാര്യത്തിൽ നീ എന്നല്ല ആരെതിര് വന്നാലും എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സത്യത്തിൽ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചതാ വാസുവിന്റെ കാര്യം ഓർത്ത്. നൗ ഹീസ് ഓൾ റൈറ്റ്. ആ രവിട്ടാ, ഞാൻ എന്തായാലും നാഗത്രക്കാവില് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു.
ജഡ്ജി അദ്ദേഹത്തിന്റെ കോൾ ഉണ്ടായിരുന്നു ഇന്നലെ. രവിയേട്ടൻ പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു ഞാൻ. രവിയേട്ടന്റെ പ്ലാൻ ഏതായാലും കൊള്ളാം. അനൂപും കൂടെ എത്തി അനക്സിന്റെ പണി നിങ്ങളെങ്ങനെ ഏൽപ്പിച്ചാ പിന്നെ എനിക്ക് അങ്ങോട്ട് ഫ്രീ ആവാലോ. ആ കുഴിമടിയനിപ്പോ ഏത് രൂപത്തിലാണാവോ. മറക്കണ്ട, നാളെ 11 മണിക്കാണ് ഫ്ലൈറ്റ്. നല്ല കാര്യമായി. 2 മണിക്കൂർ നേരത്തെ ഉണ്ടാവും ഞാൻ എയർപോർട്ടില്. ശരിക്കും ഇപ്പൊ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തോന്നുന്നില്ലേ? പ്രത്യേകിച്ച് ഈ കാറ്റടിക്കുമ്പോ. എന്താ അങ്ങനെ ചോദിച്ചത്? കുറെ നാളുകൾക്ക് ശേഷം കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഏതൊരാൾക്കും തോന്നുന്ന ഫീലിംഗ് അത്. നീ കണ്ട നാടൊന്നും അല്ല ഇപ്പൊ ഇത്. ടോട്ടലി ചേഞ്ച്ഡ്. മലയാളി എന്നും കൊലയാളിയാണ് മോനെ. എനിവേ, രവിയേട്ടനെ പോലെ ഒരു സ്പോൺസറെ കിട്ടിയത് നിന്റെ ഭാഗ്യമാ. ലോകം മൊത്തം കറങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു മെഡിക്കൽ കോൺഫറൻസ്? ആസ് യൂഷ്വൽ. ഞാൻ നമ്മുടെ ചെറിയനെ കണ്ടിരുന്നു. അവനിപ്പോ ഡൽഹിയിൽ സെറ്റിൽഡ് ആണ്. ന്യൂറോ സർജനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ആര്? ഇച്ചായനോ? ഉള്ളത് പറയാലോ. പഠിക്കുന്ന കാലത്ത് എന്റെ കൂടെ നിരീശ്വരവാദവും വിപ്ലവവും പറയാൻ നിന്നേക്കാൾ മിടുക്കനായിരുന്നു അവൻ. കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. ഇടക്കാലം വെച്ച് ബാലുവും യൂസഫും ഷൗക്കത്തും ഒക്കെ ഓരോ വഴിക്കായി. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. കാലം ഇപ്പോ അവനെ ഏതെങ്കിലും കുരിശ് കയറ്റി കാണും അല്ലേ? ഞങ്ങൾ തമ്മിൽ കാണുന്ന ദിവസം അവന്റെ കൊച്ചിന്റെ മാമോദിസ് ചടങ്ങായിരുന്നു പള്ളിയിൽ വെച്ച്. സത്യം പറഞ്ഞ അന്ന് ഇന്നും മാറാത്തത് ഞാൻ തന്നെയാ. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ വിജയിച്ചു എന്ന് പറയാം. 24 മണിക്കൂറും അമ്പലവാസിയായിരുന്ന നിന്റെ ഡിയർ ഫ്രണ്ട് ഇപ്പൊ എന്റെ കൊടിക്കീഴിലായി. കണ്ടു നോക്ക്, അപ്പൊ മനസ്സിലാവും. ഇതാണ് എന്റെ വീട്. വാടാ. നിങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. കാണാതെ ഇപ്പൊ വിളിക്കാൻ തുടങ്ങായിരുന്നു. ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നു, അതാ ലേറ്റ് ആയത്. ഇപ്പൊ എങ്ങനെ, സന്തോഷമായില്ലേ നിനക്ക്? എടാ, നീ വരുന്നു അറിഞ്ഞത് മുതല് ഇവളെനിക്ക് ചെവിതല തന്നിട്ടില്ല. ഒരു 100 വട്ടമെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ഏത് ഫ്ലൈറ്റ് ആണ്, എത്ര മണിക്കാണ്. ആ പഴയ ചങ്ങാതിമാർ ഒരുമിച്ച് കൂടുമല്ലേ. ഇനി അങ്ങോട്ട് എന്നെ പോസ്റ്റ്മോർട്ടത്തിന് എടുക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടി. കീറി മുറിക്കാൻ സ്വയം നിന്ന് എന്ത് ചെയ്യും? കണ്ട കണ്ട കത്തിച്ചു തുടങ്ങി. ഗുഡ് മോർണിംഗ്. അവിടെ തന്നെ നിൽക്കുക. ഹലോ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഓ, സുഖമായിരുന്നു. നിങ്ങളെ എങ്ങനെ ഒരുമിച്ച് കാണുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം. ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജോലി ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു സുഹൃതം തന്നെയല്ലേ? ആഹാ, കുഞ്ഞിന്റെ കൂട്ടുകാരെത്തിയല്ലോ. ഇതാണ് പിഷാരടിയേട്ടൻ. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരന്മാരുടെ ഭൂമിയിലെ സ്വന്തം റെപ്രസെന്റേറ്റീവ്. ഏതായാലും സുഖമായിട്ട് എത്തിയല്ലോ. ഭഗവതിയുടെ കടാക്ഷം. പിഷാരടി, ആ ബാഗൊക്കെ ഒന്ന് ആയിക്കോട്ടെ. അതേക്കുരാ. മോനെ വന്ന കളി നിൽക്കാതെ കേറി വാ. വാ മോനെ. വാടാ. പഠിക്കുന്ന കാലം മുതലേ നിനക്ക് വൃത്തിയോട് അലർജി ആണല്ലോ. വല്ലപ്പോഴൊക്കെ ഒന്ന് കുളിക്കടാ. പകലായിരുന്നെങ്കിൽ ഈ വിശാലമായ പുഴയിലൊന്ന് നീന്തി കുളിക്കായിരുന്നു. വലിയ ആഴമൊന്നുമില്ല. ഹാവ് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ധൃതി കൂട്ടണമെന്നില്ല. നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാം. അറിയാലോ, കാര്യങ്ങൾക്ക് രമ്യയെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാ. എല്ലാത്തിനും ഞാൻ വേണം ഓടി നടക്കാൻ. നിന്റെ സ്റ്റേറ്റ്സിലേക്കുള്ള പോക്കെന്നോ? ഇനിയിപ്പോ നീ വന്ന സ്ഥിതിക്ക് അത് തീരുമാനിക്കണം. തീസിസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ പോട്ടെ. നിനക്ക് ഹോസ്പിറ്റലിൽ ഒരു സസ്പെൻസ് കാത്തിരിപ്പുണ്ട്. നാളെ ജോയിൻ ചെയ്യുമ്പോൾ കാണാം. വളരെ പരിമിതമായ ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ചെറിയ ആതുരാലയത്തിന് കിട്ടിയ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാ എന്റെ സുഹൃത്തും സഹപാഠിയുമായ ശ്രീ ഡോക്ടർ അനൂപ് എന്ന് എനിക്കിവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയും. അതിന് കാരണം മറ്റൊന്നുമല്ല, ന്യൂറോ സർജറിയിൽ IMA അടക്കമുള്ള ആതുര സേവനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും വാരിക്കൂട്ടിയ അവാർഡുകളുടെ വെളിച്ചത്തിൽ ഈ പ്രതിഭയെ നമ്മുടെ ആശുപത്രിയുടെ സേവനത്തിനായി കിട്ടിയതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. രവിയേട്ടനോടാണ് അതിന്റെ നന്ദി മുഴുവനും. അനൂപിന്റെ സേവനം നമ്മുടെ ആശുപത്രിക്ക് എന്നും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ ഞരമ്പ് രോഗികൾക്ക് ലാൽസലാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇതാ ഞങ്ങൾ പറഞ്ഞ സസ്പെൻസ്. ഇപ്പൊ സന്തോഷമായില്ലേ മായക്ക്? അനൂപിനെ കൊണ്ടുവന്നെ താങ്ക്സ് മുഴുവൻ രവിയേട്ടന് കൊടുത്താൽ മതി കേട്ടോ. മായ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അടുത്ത വണ്ടിക്ക് ഇവൻ സ്റ്റാൻഡ് വിടുമായിരുന്നു. അതാ ഞാൻ ഇവള് സസ്പെൻസ് ആക്കി വെച്ചത്. രമ്യ, ഞാൻ ക്യാബിലുണ്ടാവും. പഴയ ഫ്രണ്ട്സിനിടെയുള്ള പോസ്റ്റ്മോർട്ടം ഒക്കെ പിന്നീടാവാം.
എണ്ണി പറയാനും കഥ പറയാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അത് ശരിയാ. അനു, ബെസ്റ്റ് ഓഫ് ലക്ക്. നീ ഇത്ര സില്ലി ആയാലും എങ്ങനെയാ? നീ അവിടുന്ന് പോകുന്നത് അനൂപിന് അതൊരു ഇൻസൾട്ട് ആയി കാണും. എന്നാലും ഇങ്ങനൊരു കൂടിക്കാഴ്ച, ഞാനത് ഷോക്കായി പോയത്. മായ, കഴിഞ്ഞത് കഴിഞ്ഞു. അനൂപിന് നിന്നോടെന്തോ പറയാനുണ്ട്. അവൻ പാവാ. ചെന്ന് സംസാരിക്ക. നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ശരിയല്ല. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഒപ്പിയിലുണ്ടാവും. നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഞാനും. ഒരു നീണ്ട കഥ പറച്ചിലിനുള്ള ഇടമല്ല ഇത്. നമുക്കിടയിൽ പറയാൻ ഒരുപാടുണ്ടെന്നറിയാം. കാണാം. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ ഫുൾ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസാ. നമസ്കാരം. അനു, ഇത് വിശ്വംഭരൻ, മെയിൽ നേഴ്സാ. നേഴ്സിനേക്കാൾ ഉപരി കക്ഷി നമ്മുടെ അടുത്തൊരു ഫ്രണ്ട് കൂടിയാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വിശ്വം, ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ ഇനി വിശ്വം വേണം നോക്കാൻ. അക്കോമഡേഷൻ ഗസ്റ്റ് ഹൗസിലാന്ന് അറിയാലോ. ദിലീപ് സാർ എന്നോട് എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർക്ക് ഒരു കുറവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. എന്റെ വീടേ സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്തല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ദേ ഫോൺ എടുത്തൊരു മിസ് കോൾ അങ്ങ് വിട്ടാ മതി. വിശ്വംഭരൻ പറഞ്ഞെത്തും. മൊബൈലിൽ മിസ് കോൾ ഇടണമെന്നൊന്നുമില്ല. മൊബൈൽ ഉള്ളിടത്ത് വിശ്വംഭരനും ഉണ്ടാവും. മൊബൈൽ ഇദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ്സാ. അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. ഓ, വന്ന് കേറിയല്ലേ ഉള്ളൂ. സാറിന്റെ ഇൻബോക്സ് ഇപ്പോഴേ ഫില്ലാക്കണോ? വിശ്വംഭരൻ പോയിക്കോ. ആ വാർഡിലുള്ള ഭാസ്കറിനെ ഡിസ്ചാർജ് ചെയ്യാലോ. ഓ യെസ്. ഇത് ഡോക്ടർ രമേശ്, കാർഡിയോളജിസ്റ്റാ. ദിലീപേട്ടന്റെ ഫുട്ബോൾ ടീമിലെ ഫോർവേഡ് കൂടിയാ. നൈസ് ടു മീറ്റ് യു. ദിലീപേട്ടന് ഇന്നൊരു സർജറി ഉള്ളോണ്ടാ. അല്ലെങ്കിൽ നമുക്ക് മൂന്നുപേർക്കും കൂടെ ഒന്ന് കറങ്ങായിരുന്നു. നിനക്കെങ്ങനെയാ ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടായോ? ഓർഫനേജിൽ ഫാദർ മരിക്കുമ്പോ അവസാനമായിട്ട് വന്നു പോയതാ കേരളത്തില്. ഏതായാലും നീ ആളാകെ മാറിപ്പോയി. എ ക്ലിയർ പത്തറ്റിക് ലൈൻ. എന്നാലും നീ കല്യാണത്തിന് വരാതിരുന്ന കഷ്ടം. തിരക്കായിരുന്നു, ഒരുപാട് യാത്രകൾ. എത്ര കാലമായി മായോട് വന്നിട്ട്? നിന്നെ പോലെ തന്നെ ഹയർ സ്റ്റഡീസും കറക്കൊക്കെ ആയിട്ട് നടക്കുന്നതിനിടയിൽ 1-2 മീറ്റിംഗ്സ്. ഇവിടെ ജോയിൻ ചെയ്യണമെന്ന് ഞാനാ ഇൻട്രസ്റ്റ് എടുത്തത്. ഹി ഈസ് സ്റ്റിൽ അലൈവ്. അവളുടെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വൈബ്രേഷൻസ്. കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോ തന്നെ ഞാനതൊക്കെ ക്ലിയർ ചെയ്തു. നിന്റെ വരവ് അവൾക്ക് കൂടി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ. സന്തോഷം കണ്ടോ പിന്നെ എപ്പോഴെങ്കിലും? സോറി. കോളേജ് ലൈഫ് ഞാൻ മറക്കാൻ ശ്രമിക്കുക അനൂപ്. എന്താ ഇവിടെ നിൽക്കുന്നേ? ക്ലാസ്സിൽ പോ. അനൂപിന് പുറത്തേക്ക് വരോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പ്ലീസ്. അനൂപ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വിളിപ്പിച്ചത്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്ര നുണകൾ ഞാൻ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. ഇനി അതിനാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കല്യാണം ഉറപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്കാ വീട്ടുകാർ നീങ്ങുന്നത്. അനൂപിൽ നിന്ന് രണ്ടിലൊന്നറിയണം. നിനക്കെന്നെ കുറിച്ച് എന്താ അറിയാം മായ? ആർക്കും വേണ്ടാത്തൊരു ഓഫറാണ് ഞാൻ. എടുത്തു വളർത്തിയ ഫാദർ കറിയാച്ചിന്റെയും സ്പോൺസർ റവി സാറിന്റെയും കാരുണ്യത്തിൽ ജീവിച്ചു പോകുന്നൊരു ഓഫൻ. വിവാഹം ഇപ്പോ എന്റെ മനസ്സിലില്ല. അത് നുണ. ഈ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. അനൂപിന്റെ മനസ്സിൽ മറ്റാരും ആണ്. എന്ത് വിഡിത്തം നീ പറയുന്നത്? വിഡിത്തമല്ല. എന്റെ സ്നേഹത്തിന് സത്യം ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കും.
നീ ഇത്ര പെട്ടെന്ന് വീട്ടിൽ പോയി വന്നോ? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ? രമ്യ എവിടെ? അവള് ലാബിലില്ല, ക്ലാസ് റൂമിലുണ്ടാവും. എനിക്ക് അവളെ ഒന്ന് കാണണം. എന്തു ചെയ്താ? അച്ഛനൊക്കെ പറഞ്ഞില്ലേ? നിങ്ങളിവിടെ നിൽക്കുക, ഞാനിപ്പോ വരാം. രമ്യ, എന്തായി പോയിട്ട്? എന്തുപറ്റി മുഖമൊക്കെ വല്ലാതെ? അച്ഛൻ എന്താ പറഞ്ഞേ? എനിക്ക് ടെൻഷൻ ആവുന്നു, ഒന്ന് പറ പ്ലീസ്. അച്ഛൻ സമ്മതിച്ചു. പക്ഷേ പെണ്ണു നീയല്ലെന്ന് മാത്രം. എന്താ, പേടിച്ചു പോയോ? ആരൊക്കെ എതിർത്താലും നീ എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം. വീട്ടുകാരാലോചിച്ചൊരു ബന്ധം നമുക്കിടയിൽ ഒരിക്കലും നടക്കില്ല. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാഞ്ഞിട്ടാ. എന്ത് വില കൊടുത്തു ആ മനുഷ്യൻ ഈ ബന്ധത്തെ ഇല്ലാണ്ടാക്കും. അതുണ്ടാവാൻ പാടില്ല. നിന്നെ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. നമുക്കൊന്നാവണം എല്ലാ അർത്ഥത്തിലും. പിന്നെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. സന്തോഷേട്ടാ, എനിക്ക് വേണം നിന്നെ. കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ തെറ്റാ. എനിക്ക് വേണം നിന്നെ. സന്തോഷ്, എന്ത് വൃത്തിയായി കാണിക്കണേ. എന്തോ ചെയ്തത്? നീ എന്തിനൊക്കെ അറിയണേ? അവന്റെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ? അവന് പല മുഖങ്ങളാ, എനിക്കറിയാം. ആ ക്യാരക്ടർ ചേഞ്ച് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനെന്താ അവന്റെ ഉപകരണോ? രമ്യ വെറുത്തത് തന്നെയാ. നീ ഇപ്പൊ രക്ഷപ്പെട്ടത് വലിയൊരു ഊരാ കൊടുക്കുന്ന. നടന്ന സംഭവമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു ആശ്വാസമായത് നമുക്കിടയിൽ നടന്ന കാര്യങ്ങളൊന്നും ആരും അറിയരുത്. പ്രത്യേകിച്ച് ദിലീപുമായും. ഞാൻ ക്ലാസ്സിൽ പോവാ, വൈകിട്ട് കാണാം. നീ എന്താ ഇവിടെ? ഒന്നുമില്ല. എന്തു പറ്റി? നിന്റെ മുഖം വല്ലാതെ. എനിക്ക് അനൂപിനോടൊന്ന് സംസാരിക്കണം. എന്റെ സ്നേഹം സത്യമുള്ളത് തന്നെയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന്. യു ചീറ്റ്. അതേടി, ഞാൻ ചീപ്പാ. എന്നെ നീ തല്ലിയല്ലേ? പിന്നെ എന്തിനാ നീ എന്നോട് ഇഷ്ടം കാണിച്ചു? പറ, എന്തിനാ നീ എന്നെ വെറുതെ? നിനക്കറിയാലോ എന്നെ.